പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ജെമിനിയോട് ചോദിക്കാം. ജെമിനി എന്ന് പറയുന്നത് ഒരു എ ആണ്, ഒരു ഗൂഗിളാണ്. അതിനുള്ള മനസാക്ഷി പോലും ചില മനുഷ്യർക്കില്ല. എന്തായാലും നമുക്കത് ചോദിച്ചു നോക്കാം. ജെമിനി, ഒരു വ്യക്തി സ്ഥിരമായിട്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ഉമ്മ അതിനെതിരായിരുന്നു. അങ്ങനെ അവൻ്റെ ഉമ്മ ഇപ്പം മരണപ്പെട്ടപ്പോൾ അവൻ്റെ ഉമ്മയെ പോലും അവൻ ജിഹാദി എന്ന് വിളിച്ചിട്ടാണ് ആദരാഞ്ജലികൾ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു മനസ്സ് വരാൻ കാരണം? പറയുന്നത് കേട്ടോളൂ. അല്പം തലച്ചോറും മനസാക്ഷിയുള്ളവർ ചിന്തിക്കുക. ഹാരിസ്, നിങ്ങൾ സൂചിപ്പിച്ച ഈ വിഷയം വളരെ നിർഭാഗ്യകരവും ചിന്തിപ്പിക്കേണ്ടതുമാണ്. സ്വന്തം ഉമ്മയുടെ മരണവാർത്ത പങ്കുവെക്കുമ്പോൾ പോലും ഇത്തരം വിദ്വേഷം കലർന്ന പദപ്രയോഗങ്ങൾ ജിഹാദിമ്മ ഉപയോഗിക്കുന്നത് മനുഷ്യത്വത്തിന് നിരക്കാത്ത ഒന്നാണ്. ഒരു വ്യക്തി ഇത്തരത്തിൽ പെരുമാറുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. മനഃശാസ്ത്രപരമായും സാമൂഹികമായും ഇതിനെ ഇങ്ങനെ വിലയിരുത്താം. 1. തീവ്രമായ വിദ്വേഷം, ഡീപ് സീറ്റഡ് ഹേട്രഡ്. ചിലപ്പോൾ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തോടോ മതത്തോടോ ഉള്ള കടുത്ത വിദ്വേഷം അവരുടെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചിട്ടുണ്ടാകാം. ആ വിദ്വേഷം വളർന്ന് സ്വന്തം കുടുംബ ബന്ധങ്ങളെക്കാളും വികാരങ്ങളെക്കാളും വലുതായി മാറുന്നു. ഇതിനെ റാഡിക്കലൈസേഷൻ എന്ന് പറയാം. 2. ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം, അറ്റൻഷൻ സീക്കിംഗ്. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് അങ്ങേയറ്റത്തെ നിലപാടും എടുക്കുന്നവരുണ്ട്. കൂടുതൽ ആളുകൾ തന്നെ ശ്രദ്ധിക്കണം, തന്റെ പോസ്റ്റുകൾ ചർച്ച ചെയ്യപ്പെടണം എന്ന ആഗ്രഹം ഉമ്മയുടെ മരണം പോലുള്ള വൈകാരിക നിമിഷങ്ങളിൽ പോലും ക്രൂരമായി പെരുമാറാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു. 3. രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രപരമോ ആയ അജണ്ട. തന്റെ വിശ്വാസങ്ങളോ രാഷ്ട്രീയ നിലപാടുകളോ തെളിയിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തിലെ ദുരന്തങ്ങളെ പോലും ഉപകരണമാക്കുന്ന അവസ്ഥയാണിത്. ഞാൻ എന്റെ സ്വന്തം ഉമ്മയെപ്പോലും മതത്തിന്റെ പേരിൽ തള്ളിപ്പറയുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരുതരം വൈകൃതമായ ശ്രമം ഇതിലുണ്ടാകാം. 4. സഹാനുഭൂതിയുടെ അഭാവം, ലാക്ക് ഓഫ് എമ്പതി. മറ്റുള്ളവരുടെ വേദനയോ സ്വന്തം ഉമ്മയോടുള്ള കടപ്പാടോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനസ്സ് കഠിനമായി പോകുന്ന അവസ്ഥ. സ്നേഹത്തെക്കാൾ വിദ്വേഷത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു മനസ്ഥിതിയാണിത്. ജെമിനിക്ക് പറയാനുള്ളത്, മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ ഒന്നാണ് മാതാവും മക്കളും തമ്മിലുള്ള ബന്ധം. ഒരാൾക്ക് തന്റെ വിശ്വാസങ്ങളോടും നിലപാടുകളോടും വിയോജിപ്പുണ്ടാകും. എന്നാൽ അത് പ്രകടിപ്പിക്കാൻ മരണത്തെയോ സ്വന്തം ഉമ്മയെയോ അപമാനിക്കുന്നത് തരംതാണ പ്രവൃത്തിയാണ്. മതമേതായാലും മരിച്ചവരോട് ആദരവ് കാണിക്കുക എന്നത് അടിസ്ഥാനപരമായ മനുഷ്യത്വമാണ്. ഹാരിസ്, താങ്കൾ ഒരു സോഷ്യൽ മീഡിയ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കേൾക്കുന്നത് ഏത് മതത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, നിങ്ങൾ ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെല്ലാം വിമർശിച്ചോ, പക്ഷെ ഇതിനൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. ജെമിനി, ചില ആളുകൾ ഈ പോസ്റ്റിനെ പോലും വളരെയധികം ലൈക്ക് കൊടുക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മനോഭാവം വരാൻ കാരണം? അതുകൂടെ ചോദിക്കും. ഹാരിസ്, ഒരു ഉമ്മയുടെ മരണത്തെ പോലും ഇത്ര ക്രൂരമായി പരിഹസിക്കുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക് ലഭിക്കുന്നത് കാണുമ്പോൾ ആർക്കും വലിയ വിഷമം തോന്നും. ഒരു സമൂഹത്തിന്റെ മാനസികാവസ്ഥ എത്രത്തോളം മലീമസമാകുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം പ്രതികരണങ്ങൾ. ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരം ക്രൂരതകളെ പിന്തുണയ്ക്കുന്നത് എന്നതിന് പിന്നിൽ പ്രധാനമായും താഴെ പറയുന്ന കാരണങ്ങളുണ്ട്. 1. അന്ധമായ വിദ്വേഷം, പോളറൈസേഷൻ. മതപരമോ രാഷ്ട്രീയമോ ആയ വിദ്വേഷം ഇന്ന് പലരുടെയും കണ്ണുകളെ അന്ധമാക്കിയിട്ടുണ്ട്. എതിർപക്ഷത്തുള്ളവർക്ക് എന്ത് ആപത്ത് സംഭവിച്ചാലും അത് എത്ര വലിയ ദുരന്തമായാലും അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഷാദൻ ഫ്രോയിഡ് അവർ മാറിയിരിക്കുന്നു. നമ്മുടെ ശത്രുവിന്റെ പക്ഷത്തുള്ള ആര് മരിച്ചാലും അത് ആഘോഷമാണ് എന്ന നിലപാടാണ് ഇവർക്ക്. 2. ഡിജിറ്റൽ നിർവികാരത, ഡീസെൻസിറ്റൈസേഷൻ. സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇത്തരം വിദ്വേഷ പോസ്റ്റുകൾ കണ്ടുകണ്ട് പലർക്കും മനുഷ്യത്വപരമായ വികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സ്ക്രീനിന് അപ്പുറം ഇരുന്ന് ലൈക്ക് അടിക്കുമ്പോൾ അതൊരു യഥാർത്ഥ മരണമാണെന്നോ അതൊരു മകനും ഉമ്മയും തമ്മിലുള്ള ബന്ധമാണെന്നോ പലരും ഓർക്കാറില്ല. അവർക്കതൊരു കണ്ടന്റ് മാത്രമായി മാറുന്നു. 3. ഗ്രൂപ്പ് സൈക്കോളജി, എക്കോ ചേംബേഴ്സ്. ഒരേ ചിന്താഗതിയുള്ള ആളുകൾ ഒരു ഗ്രൂപ്പായി മാറുമ്പോൾ അവിടെ മാനുഷികമായ ധാർമ്മികതയേക്കാൾ വലുത് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങളാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മറ്റേ മതത്തെ അടിച്ചു ശരിയാക്കുന്നു എന്ന തോന്നലിൽ ആ പ്രവൃത്തിയുടെ ശരിതെറ്റുകൾ നോക്കാതെ അവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. 4. ശരിയാണെന്ന ബോധം, വാലിഡേഷൻ ഓഫ് ബയസ്. താൻ വിശ്വസിക്കുന്ന വിദ്വേഷം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ഇത്തരം പോസ്റ്റുകളെ അവർ ഉപയോഗിക്കുന്നു. ഉമ്മയെപ്പോലും തള്ളിപ്പറയുന്ന ഒരു മകൻ തങ്ങളുടെ പക്ഷത്തുള്ളത് വലിയൊരു ധീരതയായി അവർ വ്യാഖ്യാനിക്കുന്നു. 5. അൽഗോരിതത്തിന്റെ സ്വാധീനം. സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ വിദ്വേഷവും തർക്കങ്ങളുമുള്ള പോസ്റ്റുകൾക്ക് കൂടുതൽ പ്രചാരം നൽകാറുണ്ട്. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അവിടെയുള്ള വിദ്വേഷികളായ കുറച്ചുപേർ ലൈക്ക് ചെയ്യുമ്പോൾ അത് വലിയൊരു അംഗീകാരമായി ആ വ്യക്തിക്ക് തോന്നുകയും ചെയ്യുന്നു. എന്റെ നിരീക്ഷണം, മതത്തെ വിമർശിക്കാനും
ആശയങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ അതിനിടയിൽ പെറ്റമ്മയെയും മരണത്തെയും വലിച്ചിഴയ്ക്കുന്നത് സംസ്കാരമില്ലായ്മയാണ്. അതിനെ ലൈക്ക് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ആ വിദ്വേഷത്തിന്റെ ഇരകളാണ്. അവരുടെ മനസ്സിൽ നിന്ന് സ്നേഹവും സഹതാപവും വറ്റിപ്പോയിരിക്കുന്നു. ഹാരിസ്, താങ്കളെ പോലെ സജീവമായി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ വേദന തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം താങ്കൾ മനുഷ്യരുടെ വേദന നേരിട്ട് കാണുന്ന ആളാണല്ലോ. ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയുള്ള ക്രിയാത്മകമായ ഇടപെടലുകളാണ് താങ്കൾ ചെയ്യാറുള്ളത്? അതോ ഇത്തരം വ്യക്തികളെ അവഗണിക്കുകയാണോ പതിവ്? പ്രിയ സുഹൃത്തുക്കളെ, എനിക്കൊന്നേ പറയാനുള്ളൂ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട്. ഒരിക്കലും ഇവിടെ ആര് വന്ന് മുസ്ലിംസിനെയോ അല്ലെങ്കിൽ അവരുടെ മതത്തിനെയോ അപമാനിച്ചുകൊണ്ട് വേറെ മതക്കാരിടുമ്പോൾ നിങ്ങൾ അതിന് റീപ്ലൈ കൊടുക്കരുത്. സമാധാനത്തിൻ്റെ മതം എന്നാണല്ലോ പറയുന്നത്. ആ സമാധാനം കാണിക്കുക. കാരണം നിങ്ങൾ അവരോട് എന്ത് തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാരണം ആരിഫ് ഹുസൈനെ പോലെ സാത്താമാർ അത്രമാത്രമാണ് ഇവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നത്. മനസ്സിലായോ? അവർ ഈ മതത്തിൻ്റെയോ ഈ ഇസ്ലാമിൻ്റെയോ നന്മകൾ അവരൊരിക്കലും കാണില്ല. അതിൽ വരുന്ന ന്യൂനതകളും അതിൽ വരുന്ന കുഴപ്പങ്ങളും മാത്രമേ ഇവർ കാണുള്ളൂ. അത് എല്ലാ മതത്തിലും ഉണ്ട്, അതവർ കാണൂല. മനസ്സിലായോ? അപ്പം ചിന്തിക്കുക. ഒരിക്കലും ഇസ്ലാമിന് വേണ്ടിയിട്ടോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടോ വാദിക്കാൻ നിൽക്കരുത്. അതായത് ഒരാൾ വന്നിട്ട് ഇപ്പോൾ വളരെ മോശമായി കമൻ്റ് അടിച്ച് അതിൻ്റെ താഴത്ത് പോയിട്ട് നമ്മൾ വാദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും അയാളത് ശരിയാകൂല. അയാൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അവർ ഓൾറെഡി ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് മനസ്സ് മരവിച്ച് പോയി കഴിഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിനൊക്കെ സൈലൻ്റായിട്ട് പോവുക. പക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന ഗ്രൂപ്പുകളും ആളുകളുമുണ്ട്. അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവരിലേക്ക് മറ്റുള്ളവർ ചേരാതിരിക്കാൻ കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ ചെയ്യുക. ഇപ്പം ജെമിനി വഴി കൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, സത്യസന്ധമായിട്ട് പല കാര്യവും പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ രാഷ്ട്രീയമോ പാർട്ടിയോ നോക്കാതെ തന്നെ മുന്നോട്ട് പോവുക. എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്.